നമ്മൾ ചിലപ്പോൾ ക്ലയന്റിന് കൊടുക്കുന്ന ഫ്ലോർ പ്ലാനുകൾ ഇതേപോലെ ആയിരിക്കും വെച്ച് കൊടുക്കുന്നത്. പക്ഷെ ഇതേപോലെ ഫ്ലോർ പ്ലാൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ക്ലയന്റിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഒരു ഉദാഹരണമായിട്ട് ഞാനിവിടെ പോയിട്ട് ഈ ലിവിംഗ് റൂമോ അല്ലെങ്കിൽ ബെഡ്റൂമോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഞാനൊന്ന് ബെഡ്റൂം ഒന്ന് എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പൊ ജസ്റ്റ് സ്നിപ്പിംഗ് ടൂളിൽ പോയിട്ട് ഞാനിവിടെ പോയിട്ട് ആ ഒരു ബെഡ്റൂം മാത്രം ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഞാനിവിടെ പോയിട്ട് സേവ് കൊടുക്കുന്നു. അപ്പൊ ഞാനിപ്പോൾ പോയത് ഈ ബെഡ്റൂം മാത്രമായിട്ട് ഞാനിപ്പോൾ ക്രോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ജസ്റ്റ് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കൂടെ വേണമെങ്കിൽ കൂടെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. അതിനുശേഷം ഞാനിവിടെ പോയിട്ട് റൂം 3D എന്നുള്ള ആപ്ലിക്കേഷനിൽ പോയി അവിടെ ഞാൻ ആ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. തിരിച്ച് ജെമിനി പോകുന്നു. അവിടെ അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു. ചാറ്റ് ജിപിടി പോകുന്നു. അപ്ലോഡ് ചെയ്യുന്നു. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു. കാരണം ഒരു തവണ കൺട്രോൾസ് എടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കൺട്രോൾ വി എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് ഒരേപോലെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇവിടെ പോയിട്ട് നമുക്കിവിടെ ഓട്ടോ ഡിറ്റക്ട് റൂം കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് റൂം സെലക്ട് ചെയ്യുകയും കാര്യങ്ങളും ചെയ്യാം. അതിനകത്ത് വിഷയമില്ല. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട റഫറൻസ് ആയിട്ടുള്ള വല്ല കളറോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ റഫറൻസ് ഇമേജ് ഇവിടെ കൊടുക്കുന്നതും കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ആണോ, ഫസ്റ്റ് ഫ്ലോർ ആണോ, സെക്കൻഡ് ഫ്ലോർ ആണോ, ടെറസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നമുക്ക് ചെയ്യുന്നത് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ബെഡ്റൂം തന്നെ പല രീതിയിലുണ്ട്. മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, ചിൽഡ്രൻസ് ബെഡ്റൂം ഉണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. ഞാനിപ്പോൾ മാസ്റ്റർ ബെഡ്റൂം ആണ് കൊടുത്തേക്കണം. അത് കഴിയുമ്പോൾ നമുക്കൊരു ബെഡ്റൂം കൂടെ മാറ്റി മാറ്റി നോക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഞാനിപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല. ഇപ്പൊ അത് കഴിയുമ്പോൾ അടുത്തതിൻ്റെ അകത്ത് നമുക്ക് നൈറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് കോപ്പി കൊടുക്കുന്നു, ജെമിനി പോകുന്നു, പേസ്റ്റ് കൊടുക്കുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത ആ ഒരു ബെഡ്റൂമിനനുസരിച്ച് ഇവിടെ ജനറേറ്റ് ചെയ്ത് വരും. ഇതായിരുന്നു നമ്മൾ കൊടുത്തത്. ഇവിടെ ഒരു ഡോറ്, ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു ബെഡ്, ഇവിടെ ഒരു വാർഡ്രോബ്. ഇതായിരുന്നു നമ്മൾ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു ഡോറ്, ഇവിടെ ഒരു വാർഡ്രോബ് ആണ് വന്നത്. ആ ഈ ഒരു ഡോറിന്റെ മാത്രം അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. കാരണം നമ്മളവിടെ കട്ട് ചെയ്ത് കൊടുത്തതായിരിക്കും അവർക്ക് മനസ്സിലാകാറുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാം അവർക്ക് ഏകദേശം കൃത്യമായിട്ട് വന്നു. ഇനി നമുക്ക് ഇതിനകത്ത് എ സ്റ്റുഡിയോക്കകത്ത് പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇവിടെ ഒരു ഡോർ വേണമെങ്കിൽ കൊടുക്കാം. ഇതാണ് നമുക്ക് ജെമിനിയിൽ നിന്ന് കിട്ടിയേക്കുന്ന ഇമേജ്. ഇതാണ് നമുക്ക് ചാറ്റ് ജിപിടിയിൽ നിന്ന് കിട്ടിയേക്കുന്ന ഇമേജ്. 2, 3 ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു നമ്മൾ കൊടുത്ത ഇമേജ്. ഓക്കെ, ഈ ഒരു ഇമേജ് ക്ലയന്റിന് മനസ്സിലാകുന്നതാണോ? അതിനേക്കാളും കുറച്ചും കൂടെ ഈ ഒരു ഇമേജ് കാണുമ്പോഴായിരിക്കും ക്ലയന്റിന് എന്താണെന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ 2 വിൻഡോ, ഇവിടെ ഒരു വിൻഡോ, അതുപോലെ തന്നെ ഇവിടെ ഡോർ വരുന്ന രീതിയിലേക്ക് ഇവിടെ ഒരു ടോയ്ലറ്റിന്റെ ഡോർ ഉണ്ടായിരുന്നു. അത് അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. ഈ ഒരു ഭാഗം ബാക്കിയെല്ലാം ഏകദേശം അതേപോലെ തന്നെ വരുന്ന രീതിയിലേക്ക് വാർഡ്രോബ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ അത് ക്ലിയർ ആയിട്ടില്ല. ഇവിടെ ഡോറ്, ഇവിടെ 2 വിൻഡോ, ഇവിടെ ഡോറ്, ഇവിടെ ഇതുണ്ട്. അപ്പൊ ഈ രീതിയിലേക്ക് ഇതിന്റെ തന്നെ ചാറ്റ് ജിപിടിയുടെ ഇമേജ് ഉണ്ടോ, അപ്പൊ ഈ രീതിയിലേക്ക്. അപ്പൊ ഈ രീതിയിലേക്ക് നമുക്ക് ക്ലയന്റിന് കുറച്ചും കൂടെ നമ്മൾ കൊടുക്കുന്ന ഇമേജ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഇങ്ങനെ ഓരോ റൂമിനും ഇമേജ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ രീതിയിലേക്കുള്ള ഇമേജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ക്ലയന്റിന് പെട്ടെന്ന് തന്നെ അതെന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മനസ്സിലായി? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിലേക്കുള്ള വ്യൂസും കാര്യങ്ങളും കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ ടൂളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനിയിപ്പോൾ ഞാൻ ഇത് മാറ്റിയിട്ട് അതേ ഇമേജ് തന്നെ കൊടുത്തിട്ട് ആ ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ പോയിട്ട് നേരത്തെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം അല്ലേ കൊടുത്തത്, അതിന് പകരമായിട്ട് ഇതിന്റെ ബെഡ്റൂം ഒരു കിഡ്സ് ബെഡ് ആക്കിങ്ങനെ എന്ന് എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. അല്ലെ ടീനേജ് ബെഡ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ അല്ലെങ്കിൽ എൽഡർ ബെഡ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ബെഡ്റൂം തന്നെ പല രീതിയിലേക്ക് ആയി കഴിയുമ്പോഴത്തേക്കും ഇത് എങ്ങനെയാണ് ഇത് കാണുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ നിന്ന് ഇത് രണ്ടും ഞാൻ ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് ജെമിനി എടുത്തു, ചാറ്റ് ജിപിടി എടുത്തു, ഇവിടെ അപ്ലോഡ് ഫയലിൽ പോയിട്ട് ആ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു. ഇവിടെ ഞാൻ പോയിട്ട് ടീനേജ് ബെഡ്റൂം സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചു. ടീനേജ് ബെഡ്റൂം എന്നിട്ട് ഞാനിവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തു. അത് കോപ്പി ചെയ്തു, ഇവിടെ വന്നു, പേസ്റ്റ് കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കളർ കോമ്പിനേഷനും ഇനിയുള്ളൊരു കളർ കോമ്പിനേഷൻ എന്നുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. ഇതുണ്ടോ, ഇപ്പൊ ഒന്നുണ്ട്. ഇവിടെ നേരത്തെ വന്നതിൻ്റെ അകത്ത് ആ ടോയ്ലറ്റിന്റെ ഡോർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ആ 2 ഡോറും വന്ന് അവിടെ ഇതും കൂടെ വരുന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് നമുക്ക് ചാറ്റ് ജിപിടി നമുക്ക് കിട്ടിയ വ്യൂ. ഇതിൻ്റെ അകത്ത് ഡോറിന്റെ ഒരു ചെറിയ മിസ്പ്ലേസ് വന്നിട്ടുണ്ട്. പക്ഷെ ജെമിനി വന്നപ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം വന്നില്ല. ഇവിടെ 2 വിൻഡോ, ഇവിടെ വിൻഡോ, അതുപോലെ തന്നെ ഇവിടെ ആ ടോയ്ലറ്റ് ഡോർ ഇങ്ങോട്ട്, അതല്ലാതെ ഡോർ ഇങ്ങോട്ട്, ഈ രീതിയിലേക്ക് വന്നു. കണ്ടോ, അപ്പൊ ആ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ആ മാറ്റിയ ഇതനുസരിച്ചുള്ള വ്യത്യാസം വന്നുണ്ടോ. ഇതായിരുന്നു നമുക്ക് നേരത്തെ ആദ്യം കിട്ടിയ ജെമിനിയുടെ ഇമേജ്. ആ ഒരു ഇമേജും ഈ ഒരു ഇമേജ് തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഒരേ ഡ്രോയിങ് തന്നെയാണ്, പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഓരോ ബെഡ്റൂമുകൾ ഏതാണോ അതനുസരിച്ച് അതിന്റെ ഇമേജ് വരെ മാറുന്ന രീതിയിലേക്കായിരിക്കും വരിക. അപ്പൊ ഈ രീതിയിലേക്കൊക്കെയുള്ള വ്യൂയിലേക്കൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഇത് പല രീതിയിലും നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. കമ്മ്യൂണിറ്റി മെമ്പർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം.